എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഹോം ടൂർ വീഡിയോ കൂടിയാണ്. ആ ഒരു പ്രത്യേകത കൂടി ഈ ഒരു വീഡിയോക്ക് ഉണ്ട്. ഈ ഒരു വീടിൻ്റെ ഫുൾ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു വീടെന്ന് പറയുന്നത് എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും സുഹൃത്തുക്കളായിട്ടുള്ള സെയ്ഫുക്കയുടെയും അതുപോലെ ഷംസിത്തയുടെയും വീടാണ്. ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ വൈരംകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീടിന് നമുക്കിവിടെ ഒരു വിശാലമായിട്ടുള്ള ഒരു കാപ്പൂച്ച് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇവിടെ ഫസ്റ്റ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിലേക്ക് എൻ്റർ ചെയ്ത് നോക്കാം. ഈ ഒരു സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് സ്റ്റെപ്പിൽ മനോഹരമായിട്ടുള്ള ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മനോഹരമായിട്ട് രീതിയിൽ തന്നെ നമ്മൾ സ്റ്റെപ്പും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് തേക്ക് കൊണ്ട് ചെയ്തിട്ടുള്ള പാനൽ വർക്കുകളാണ്. അത്യാവശ്യം കുറച്ച് ആളുകൾക്കൊക്കെ ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന നല്ല ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഈ ഒരു സിറ്റ് ഔട്ടിന് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള പാനൽ വർക്ക് കൂടിയാണ് ഈ ഒരു വീടിന് സിറ്റ് ഔട്ടിൽ കൊടുത്തിട്ടുള്ളത്. തേക്ക് കൊണ്ടുള്ള അതിമനോഹരമായ പാനൽ വർക്ക് കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വീടിൻ്റെ നിലം ഭാഗം ചെയ്തിട്ടുള്ളത് മാർബിളാണ് എന്നുള്ളത് കൂടി മനോഹരമാക്കുന്നു. കൂടുതൽ ഈ വീടിനെ അട്രാക്റ്റീവ് ആക്കാൻ അത് സഹായിക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു വീടിൻ്റെ മെയിൻ ഡോർ എന്ന് പറയുന്നത്. ഈ ഒരു മെയിൻ ഡോർ ഡബിൾ ഡോർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിമനോഹരമായ ഡബിൾ ഡോറാണ് ഈ ഒരു വീടിന് ചെയ്തിട്ടുള്ളത്. അതിമനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ മെയിൻ ഡോറ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുക ഒരു ലിവിങ് ഏരിയ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ വിശാലമായ ഒരു ഡൈനിങ്ങും കാണാൻ പറ്റും. അതായത് ഒരൊറ്റ ഹാളിൽ തന്നെ ഒരു ഏരിയ ലിവിങ് ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ്ങിന് ഒരു സെക്ഷൻ ആക്കിയിട്ടാണ് ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഹാള് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഒരുപാട് പേർക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ കൂടിയാണ് ഈ ഒരു വീടിന് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഫ്ലോറ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് മാർബിൾ കൊണ്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ വിൻഡോയും അതുപോലെ മറ്റു സ്ട്രക്ചറുകളും ഡിസൈനുകളൊക്കെ അതിമനോഹരമാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ വീടിനെ അട്രാക്റ്റീവ് ആക്കുന്നതിന് അതൊക്കെ സഹായിക്കുന്നുണ്ട്. ഈ ഒരു ലിവിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു ഡൈനിങ്ങിൽ തന്നെ സിമ്പിളായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ അറേഞ്ച്മെൻ്റ് അവിടെ കാണാൻ പറ്റും. ഈ ഒരു ഡൈനിങ്ങിൽ നിന്ന് തന്നെയാണ് നമ്മുടെ വീടിൻ്റെ കിച്ചണിലേക്കും അതുപോലെ തന്നെ 2 ബെഡ്റൂം ഉണ്ട്. ആ 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലിവിങ് ഏരിയയിലെ ഒരു ഇൻറ്റീരിയർ വർക്കാണ്, മുകളിൽ ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ഒരു വർക്കാണ് നിങ്ങൾ കാണുന്നത്. അതും ഉഷാറായിട്ട് മൾട്ടി വുഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എട്ടോളം ആളുകൾക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ആണ് ഈ ഒരു വീടിന് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഡൈനിങ്ങിൻ്റെ മുകളിൽ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ സ്പേസ് ആയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ നമുക്ക് കാണാം.
ഈ ഒരു ഡൈനിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റുകളൊക്കെ ഈ ഒരു വീടിനെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല മനോഹരമായ ലൈറ്റുകളാണ് ഇവിടേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ഡിസൈനുകളുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ്ങിൽ നിന്ന് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റെയർ കേസും ഇവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ സൈഡിലായിട്ട് വാഷിംഗ് ഏരിയ കാണാൻ പറ്റും. വാഷിംഗ് ഏരിയയും സ്റ്റെയർ കേസും കാണുന്ന നമുക്ക് തന്നെ അവിടെ ഒരു സൈഡിലായിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് കിച്ചണിൻ്റെ എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ മൾട്ടി വുഡ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഡിസൈനുകളാണ് നിങ്ങൾ കാണുന്നത്. ഇനി നമ്മൾ ഈ താഴെ 2 ബെഡ്റൂമുകളാണ്. അതിൽ ഒരു ബെഡ്റൂമിലേക്കാണ് നമ്മൾ കടന്നു നോക്കുന്നത്. നമ്മൾ ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റൂമിൽ കാണാൻ പറ്റുന്നത് സിംഗിൾ ബെഡുകളാണ്. 2 സിംഗിൾ ബെഡാണ് ഈ റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിൻഡോയും ഒക്കെ നല്ല മനോഹരമായ രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷെൽഫ് അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഈ റൂമിൽ ബാത്റൂം ഇല്ല എന്നാണ് വിചാരിക്കുക. പക്ഷെ ആ ഒരു ഷെൽഫിൻ്റെ ഏറ്റവും ആ ഒരു അറ്റത്തായിട്ട് ബാത്റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു ഷെൽഫിൻ്റെ ഈ കാണുന്ന വലിയ ഈ ഒരു ഡോറ് അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാത്റൂമിലേക്കുള്ള ഡോറ് കാണാൻ കഴിയും. സോ അത് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ബാത്റൂമിലേക്കുള്ള ഡോറ് കാണാൻ പറ്റുക. ഇതാണ് ഈ ഒരു റൂമിൽ നിന്നുള്ള ബാത്റൂം.
കിച്ചണിനെ കൂടുതൽ മനോഹരമാക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കിച്ചണിൽ മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ട് തന്നെ അതിമനോഹരമായ രീതിയിൽ ഒരുപാട് ഷെൽഫുകളും അതുപോലെ നല്ല രീതിയിൽ താഴെയും അതുപോലെ മുകളിലൊക്കെ നമുക്ക് ഷെൽഫുകൾ കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. അതുപോലെ ഈ ഒരു വീടിൻ്റെ ഫ്ലോർ കംപ്ലീറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് മാർബിൾ ആണ്. ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള ഷോക്കേസുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു കിച്ചണിൻ്റെ ചുമരുകളൊക്കെ കവർ ചെയ്തിട്ടുള്ളത് ടൈൽസ് ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ഒരു ചുമരുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്, ചുമരൊക്കെ കവർ ചെയ്തിട്ടുള്ളത് ടൈൽസ് ഉപയോഗിച്ചിട്ടാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ കിച്ചൺ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കിച്ചണിൽ നിന്നുമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റും വർക്ക് ഏരിയയിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൽ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഷെൽഫാണിത്. ഈ ഒരു ഷെൽഫ് നമ്മളൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അതിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്ത് അതിൽ നല്ല നീറ്റായിട്ട് തന്നെ വെക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു കിച്ചണ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വർക്ക് ഏരിയ ആണ് കാണാനുള്ളത്. പുതിയ വീടുകൾ ഉണ്ടാക്കുന്നവർക്കൊക്കെ ഈ ഒരു വീടൊക്കെ മാതൃകയാക്കാവുന്നത് കൂടിയാണ്. സോ ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്കുള്ള ഡോറ് ഓപ്പൺ ആണ്. നമ്മൾ ആ ഒരു ഡോറ് കടന്ന് വർക്ക് ഏരിയയിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്കവിടെ കാണാൻ പറ്റുന്നത് ഗ്രാനൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിൾ കാണാൻ പറ്റും. നാലഞ്ചോളം ആളുകൾക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് അവിടെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വർക്ക് ഏരിയയിലുള്ള മറ്റു സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയയിലുള്ള ചുമര് കവർ ചെയ്തിട്ടുള്ളത് ടൈൽസ് ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു ഏരിയയിലായിട്ട് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു ചെറിയ സ്റ്റോർ റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ വർക്ക് ഏരിയയും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് ഈ ഒരു വീടിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ബാക്കിയുള്ള സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര എന്ന് ഒരിക്കലും മറക്കരുത് കേട്ടോ. സോ ഇനി നമുക്ക് സ്റ്റെയർ കേസ് വഴി ഇനി മുകളിലേക്ക് പോകാം. സ്റ്റെയർ കേസ് അതിമനോഹരമായി മാർബിൾ ഉപയോഗിച്ച് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മാർബിൾ കവർ ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെയർ കേസ് നമ്മളിങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കോർണറിൽ ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ചെടിയും കാര്യങ്ങളൊക്കെ മനോഹരമാക്കാൻ കൂടി അവിടെ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഷെൽഫ് അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ ഒരു വുഡൻ പീസ് നിങ്ങൾ കാണുന്നുണ്ടാവും. അതൊരു വുഡൻ പീസ് മാത്രമല്ല, അത് അയൺ ടേബിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ശരിക്കും അയൺ ടേബിൾ തന്നെയാണ്. നമ്മുടെ ആവശ്യം കഴിയുന്ന സമയത്ത് നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാനും പറ്റും. അതുകൊണ്ട് അയൺ ടേബിളിന് ഒരു പ്രത്യേക സ്ഥലം നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. ഓപ്പണിങ്ങും ക്ലോസിങ്ങും അതിൽ നടക്കും എന്നുള്ളതാണ്.
നമ്മൾ സ്റ്റെയർ കേസ് കയറി ഈ ഒരു വീടിൻ്റെ മുകൾ ഭാഗത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് നോക്കുന്ന നമ്മുടെ ഈ ഒരു വീടിൻ്റെ മുകളിലും ചെയ്തിട്ടുള്ള ഫ്ലോർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് മാർബിൾ ഉപയോഗിച്ചിട്ടാണ്. വിശാലമായൊരു ഹാളിലേക്കാണ് നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത്. ഈ ഒരു ഹാളിൽ നല്ല മനോഹരമായ ഡിസൈനുകളാണ് ഇവിടേക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഹാള് അത്യാവശ്യം നല്ലൊരു സ്ഥലമുള്ള ഒരു ഹാളാണ്. ഈ ഒരു ഹാളിൻ്റെ ഒരു ഏരിയയിൽ ഒരു സിറ്റിംഗ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്റ്റഡി ഏരിയ ഒരു കോർണറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ മുകളിലാണ്, ഈ ഒരു ഹാളിലാണ് ടിവിയും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ താഴെ നിന്നും പറഞ്ഞ ഒരു ഓപ്പണിങ്ങിൻ്റെ ഇത് മുകളിലെത്തുന്ന സമയത്ത് നമുക്കിങ്ങനെ ഗ്ലാസ് കൊണ്ടും അതുപോലെ വുഡ് ഉപയോഗിച്ച് ഇവിടെ ഇങ്ങനെ കവർ ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഹാളിൽ നിന്നും 2 ബെഡ്റൂമിലേക്കും അതോടൊപ്പം തന്നെ ഒരു ബാൽക്കണിയിലേക്കും അതോടൊപ്പം ഓപ്പൺ ടെറസിലേക്കുള്ള എൻട്രൻസ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ, അതായത് ഒരു ഹോം ടൂർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോക്ക് അതിൻ്റേതായ കുറവുകളും മറ്റൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ ഒരു സിറ്റിംഗ് ഏരിയ അതിമനോഹരമായിട്ട് തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫാമിലി ഒന്നിച്ചിരുന്നൊക്കെ TV ഒക്കെ കാണാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം. ഓക്കെ, നമ്മൾ താഴെ നിന്നും പറഞ്ഞ ആ ഒരു ഓപ്പണിംഗ് ആണ് ഈ കാണുന്നത്. ഇതിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ നേരെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സംഭവം ഈ ഒരു ഹാളിനെയും അതുപോലെ ഈ ഒരു വീടിനെയും കൂടുതൽ മനോഹരമാക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ മുകളിൽ 2 ബെഡ്റൂമാണ്. അതിൽ ഒരു ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. ഈ ഒരു ബെഡ്റൂമിലേക്ക് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് കടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വേയിലൂടെ ഇവിടെയാണ് ഈ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ബെഡും അതുപോലെ നല്ല രീതിയിൽ തന്നെ വിൻഡോയും മറ്റു കാര്യങ്ങളും ഷെൽഫൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഈ ഒരു ബെഡ്റൂം കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു ബെഡ്റൂം മറ്റേ മുകളിലുള്ള ബെഡ്റൂമിനേക്കാൾ ഈ ഒരു ബെഡ്റൂം പെയിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നുകൂടി അട്രാക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. വർക്കും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം കൂടിയാണിത്.
നമ്മളിപ്പോൾ ഈ ഒരു വീടിൻ്റെ 2 ബെഡ്റൂമുകളും ഹാളും മറ്റൊക്കെ കണ്ടു. ഇനി നമ്മൾ കാണുന്ന ഇതെന്ന് പറയുന്നത് ഈ ഒരു വീടിൻ്റെ ബാൽക്കണിയാണ്. ചെറിയ രീതിയിലുള്ള ഒരു ബാൽക്കണിയാണ് ഈ ഒരു വീടിന് ചെയ്തിട്ടുള്ളത്. ഇവിടെയും പാനൽ വർക്ക് ചെയ്തിട്ടുള്ളത് തേക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ഡോറും കാര്യങ്ങളൊക്കെ ഇവിടെയും വിൻഡോയും ഒക്കെ ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ട് തന്നെയാണ്. തേക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളത്. ഗ്രാനൈറ്റ് ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നിലം ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളത് മാർബിളാണ്. കാർപോർച്ചിൻ്റെ മുകൾ ഭാഗം ഇവിടെ ഒരു ഫ്രീ സ്പേസ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അവിടെയൊക്കെ ഫ്രീ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള ബാൽക്കണിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീട് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ബാക്കിയുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ ചെയ്യാനും മറക്കരുത് കേട്ടോ.